കരിമണി. എന്തുപറ്റി ഡോക്ടർ? ശ്രീനാഥ് ധൃതിയിൽ ഡോക്ടർ അലക്സിനരിയിലേക്ക് നടന്നു. ഹോസ്പിറ്റലിൽ വരെയൊന്ന് പോകണം. പെട്ടെന്ന് കാറിലേക്ക് കയറൂ. വേണ്ട ഡോക്ടർ, കാറ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഫോളോ ചെയ്തോളാം. ഫൈൻ ശ്രീനാഥ്, കം ഫാസ്റ്റ്. ഡോക്ടർ മേനോനെയും കൂട്ടി കാറിൽ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. നിന്നിടത്ത് നിന്ന് ചലിക്കാതെ നിൽക്കുകയായിരുന്നു അപ്പോഴും നന്ദിത. കരിമണി, വേഗം കയറ്, നമുക്കൊരിടം വരെ പോകണം. ശ്രീനാഥ് നന്ദിതയുടെ കൈ പിടിച്ചു. നന്ദിത പെട്ടെന്നായിരുന്നു ശ്രീനാഥിൻ്റെ കൈകൾ തട്ടിയെറിഞ്ഞത്. എന്തു പറ്റി കരിമണി? ഇനിയും നിനക്കെന്നെ വിശ്വാസമായില്ലേ? ഞാൻ എങ്ങോട്ടേക്കുമില്ല. മുഖത്ത് യാതൊരു ഭാവഭേദവും വരുത്താതെ നന്ദിത പറഞ്ഞു. എന്തുകൊണ്ട്? ഇനി എന്ത് തെളിവാണ് നിനക്ക് വേണ്ടത്? ഇവിടെ തെളിവിനല്ല പ്രസക്തി, വ്യക്തതയ്ക്കാണ്. ശ്രീയേട്ടൻ പറയുന്നതിൽ പല പൊരുത്തക്കേടുകളുണ്ട്. പ്രഭയ്ക്ക് മാനസിക രോഗമാണത്രേ. മാനസിക രോഗമുള്ള ഒരാൾക്ക് എങ്ങനെ എന്നെപ്പോലൊരു പെൺകുട്ടിയെ കൂടപ്പിറപ്പിനെ പോലെ കണ്ട് സ്നേഹിക്കാൻ പറ്റും? പകുതി വഴിയിൽ ഉപേക്ഷിച്ച എൻ്റെ പഠനം പൂർത്തിയാക്കാൻ എങ്ങനെ എന്നെ ഇത്രയ്ക്ക് നിർബന്ധിക്കാൻ സാധിക്കും? ഒരു സാധാരണ വ്യക്തിയെപ്പോലെ സ്നേഹം പ്രകടിപ്പിക്കാനും വികാരങ്ങൾ പങ്കുവയ്ക്കാനും സാധിക്കും. എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തരാം. നമ്മുടെ യാത്ര അവസാനിക്കുമ്പോൾ നിന്റെ മനസ്സിൽ യാതൊരു സംശയത്തിൻ്റെ നിഴൽ പോലും ഉണ്ടാകാൻ പാടില്ല. നന്ദിതയെ ബലമായി കാറിലിരുത്തി ശ്രീനാഥ് കാർ ഓടിച്ചു പോയി. പ്രഭയെ ഞാൻ ആദ്യമായി കാണുന്നത് കമ്പനി വെച്ചാണെങ്കിലും ഞങ്ങൾ കൂടുതലും അടുത്തിടപഴകിയിരുന്നത് മെൻ്റൽ അസൈലത്തിൽ വെച്ചായിരുന്നു. എന്നുവെച്ചാൽ? നന്ദിത ആശ്ചര്യത്തോടെ അവനെ നോക്കി. അതെ, ഡോക്ടർ അലക്സിൻ്റെ ചികിത്സയിലായിരുന്ന അവളുടെ നിത്യസന്ദർശകനായി മാറി ഞാൻ. അതും ഡോക്ടർ അലക്സിൻ്റെയും മേനോൻ സാറിൻ്റെയും നിർദ്ദേശപ്രകാരം. കമ്പനി വരുന്ന പ്രഭ എന്നോടൊരു സുഹൃത്തിനെ പോലെയാണ് സംസാരിച്ചതും പെരുമാറിയതും. എങ്കിലും ഇടയ്ക്ക് എപ്പോഴൊക്കെയോ ഇമ അനക്കാതെ എൻ്റെ മുഖത്തേക്ക് തന്നെ അവൾ നോക്കിയിരിക്കുന്നത് കാണാം. ആദ്യമൊന്നും ഞാൻ അത് കാര്യമാക്കിയിരുന്നില്ല. പിന്നീടൊരു ദിവസം അവൾ എന്നെ ഋഷിയെന്ന് അഭിസംബോധന ചെയ്തു. അയാളോടെന്നപോലെ എന്തൊക്കെയോ എന്നോട് സംസാരിച്ചു. എന്തൊക്കെയോ പരിഭവങ്ങൾ. പറയാൻ ബാക്കി വെച്ച എന്തോ ഒന്ന് അവളുടെ മനസ്സിനെ അലട്ടുന്നത് പോലെ എനിക്കപ്പോൾ തോന്നി. പക്ഷേ മാനസിക രോഗമുള്ള ഒരാൾക്ക്, നന്ദിത ഇടുക്കി കയറി പറയാൻ ആരംഭിച്ചു. ഒന്ന് നിർത്ത് നന്ദു. പ്രഭയ്ക്ക് മാനസികമായി യാതൊരു തകരാറുമില്ല. ഒരു നടുക്കം, ഋഷിയുടെ മരണം കൊണ്ടുണ്ടായ ഒരു ഷോക്ക്, അത്രയേ ഉള്ളൂ. നിനക്കൊരു കാര്യം അറിയോ? എനിക്ക് നിന്നോടുള്ള പ്രണയം നീ അല്ലാതെ അറിയാവുന്ന മറ്റൊരു പെൺകുട്ടി പ്രഭ മാത്രമാണ്. എന്താ ശ്രീയേട്ടനീ പറയണേ? പ്രഭയ്ക്ക് നമ്മളെപ്പറ്റി അറിയാനോ? അതേടോ, എൻ്റെ ഒരു നല്ല സുഹൃത്തായിരുന്നവൾ. അവൾക്കിങ്ങനൊരു അസുഖമുണ്ടെന്ന് ഞാൻ അറിയും മുമ്പേ തന്നെ എൻ്റെ ജീവിതത്തിനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒരു ഏകദേശ രൂപം അവൾക്ക് ഞാൻ കൊടുത്തിരുന്നു. പിന്നെ പ്രഭ ശ്രീയേട്ടനുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചതോ അതവളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. ട്രീറ്റ്മെൻറ്റിൻ്റെയോ? അതെ, ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നുവെന്നും ഇടയ്ക്കിടയ്ക്ക് അവളുടെ സ്വഭാവത്തിൽ അസ്വാഭാവികത തോന്നുന്നുണ്ടെന്നും ഞാൻ പറഞ്ഞിരുന്നില്ലേ? അവളുടെ ഉപബോധ മനസ്സിൽ ഞാൻ ശ്രീനാഥാണെന്നും ആ കമ്പനിയിലെ വെറുമൊരു സ്റ്റാഫ് മാത്രമാണെന്നുമുള്ള ധാരണ ഞങ്ങളുടെ സൗഹൃദം ഉണ്ടാക്കിയിരുന്നെങ്കിലും ഋഷിയുടെ മുഖത്തെ ഓർമ്മിപ്പിക്കുന്ന എന്തൊക്കെയോ ചില സാമ്യങ്ങൾ എന്നിലുണ്ടായത് അവളെ പലപ്പോഴും ആശങ്കപ്പെടുത്തുന്നുണ്ടായിരുന്നു. അയാളോട് പറയാൻ ബാക്കി വെച്ച എന്തോന്ന്, അതിനെക്കുറിച്ച് ഋഷിയോട് പറയാൻ പറ്റാതെ പോയതുകൊണ്ടുള്ള ഒരു ഫ്രസ്ട്രേഷൻ, അതാണ് അവളെ എന്നിലെ ശ്രീനാഥ് എന്ന സത്യത്തിനും ഋഷി എന്ന വിദ്യക്കിടയിലും ഇട്ട് വട്ടം കറക്കുന്നത്. അതിന് പക്ഷേ ഈ കല്യാണവുമായി എന്ത് ബന്ധമാണുള്ളത്? കല്യാണം ഒരു മറയായിരുന്നു. അവളെ നിരന്തരം കാണാൻ അവൾ അനുവദിച്ച ഒരേയൊരാൾ ഞാനായിരുന്നു ആ മെൻ്റൽ അസൈലത്തിൽ. ശ്രീനാഥ് തുടങ്ങി വയ്ക്കുന്ന ഓരോ സംഭാഷണങ്ങളും അവൾ അവസാനിപ്പിക്കുന്നത് എന്നെ ഋഷിയെന്ന് സംബോധന ചെയ്തുകൊണ്ടാണ്. ഓരോ പ്രാവശ്യവും സംസാരിച്ച് തീരുമ്പോൾ ഋഷി മരിച്ച ദിവസത്തേക്കും അന്ന് നടന്ന സംഭവങ്ങളിലേക്കും അവൾ സംസാരത്തെ കൊണ്ട് എത്തിച്ചുകൊണ്ടിരുന്നു. അത് മനഃപൂർവ്വമായിരുന്നു. അന്നത്തെ രാത്രി പ്രഭയും ഋഷിയും നാട് വിടാനൊരുങ്ങിയ ദിവസം വൈകുന്നേരം ഒരു അമ്പലത്തിൽ വെച്ച് ഹാരങ്ങൾ കൈമാറി അവർ വിവാഹിതരായിരുന്നു. മേനോൻ വരാത്ത
ഏതെങ്കിലും ഒരു ദേശത്തേക്ക് പോകാനായി രണ്ടാളും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോഴായിരുന്നു മേനുവിൻ്റെ ആളുകൾ അവരെ ആക്രമിക്കാൻ മുതിർന്നത്. അത് തടസ്സം പിടിച്ച പ്രഭയെ അവർ തള്ളി മാറ്റി ഋഷിയെ വീഴ്ത്തിയിട്ട് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അതിനു മുമ്പ് ഋഷിയോടായി അവൾ പറയാൻ തുടങ്ങുകയായിരുന്നു അവനൊരച്ഛനാകാൻ പോകുന്ന സത്യം, അവളുടെ നിസ്വാർത്ഥമായ പ്രണയത്തിൻ്റെ അടയാളം അവളുടെ വയറ്റിൽ കുരുത്തു എന്നുള്ള സത്യം. പക്ഷെ അതറിയാനുള്ള ഭാഗ്യം ആ പാവത്തിനുണ്ടായില്ല. അപ്പോൾ ഋഷിക്കറിയില്ലായിരുന്നു അയാളൊരച്ഛനാകാൻ പോവാണെന്ന്. അതെ, അയാൾക്കറിയില്ലായിരുന്നു. അതിനു മുമ്പ് അയാൾ മരണപ്പെട്ടിരുന്നു. ഒരുപക്ഷെ അത് പറയാൻ പറ്റാതെ പോയതുകൊണ്ടുള്ള നൈരാശ്യം, വിഷാദം, താൻ കാരണമാണ് ഋഷിക്ക് ഇങ്ങനെയൊരവസ്ഥ വന്നതെന്നുള്ള കുറ്റബോധം, അതെല്ലാം അവളെ വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ടെത്തിച്ചു. എങ്കിൽ പോലും പ്രഭ എന്ന നല്ല പെൺകുട്ടിയുടെ നന്മകളെ അവൾ കൈവിട്ടിരുന്നില്ല. അവളുടെ ബോധമനസ്സിന് ശ്രീനാഥിനെ പരിചയമുണ്ടായിരുന്നു. അവൻ്റെ മനസ്സിലുള്ള നന്ദിതയെ അറിയായിരുന്നു. പകുതി വഴിക്ക് വെച്ച് നിന്നുപോയ നിന്റെ പഠനം ഒരിക്കലും ഞാൻ മുൻകൈയെടുത്താൽ തുടരാൻ നീ സമ്മതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പ്രഭ അത് മുൻകൈയെടുത്ത് നടത്തിത്തരാമെന്ന് എനിക്ക് ഉറപ്പ് തന്നിരുന്നു. അത് ഋഷിയെ സ്നേഹിച്ച മുൻപത്തെ പ്രഭയുടെ നന്മ തന്നെയാണ്. എന്നെയും നിന്നെയും ഒന്നിച്ച് ചേർത്ത് വയ്ക്കുമെന്ന് ഉറപ്പ് തന്ന അവൾക്ക് പോലും അറിയില്ലായിരുന്നു ചില നിമിഷങ്ങളിൽ അവൾ എന്നെ ഋഷിയുടെ സ്ഥാനത്ത് കാണുന്നുണ്ടെന്നും നന്ദിത എന്ന പെൺകുട്ടിയെ തന്നെ മറന്നു പോകുന്നുണ്ടെന്നും. ഇതിനൊരു പ്രതിവിധിയില്ലേ? ഉണ്ടായിരുന്നു. അതായിരുന്നു ആ വിവാഹം. അങ്ങനെ ഒരു വിവാഹം ഒരിക്കലും അവിടെ നടക്കുമായിരുന്നില്ല. പക്ഷേ ഋഷിയുമായുള്ള വിവാഹത്തിന് മുൻപ് അവൾ പറയാൻ ആഗ്രഹിച്ച കാര്യം, അയാളുടെ മരണത്തിൽ പോലും അയാളെ അറിയിക്കാൻ കഴിയാതെ പോയ കാര്യം, എന്നെ ഋഷിയായി ഒരു നിമിഷത്തേക്കെങ്കിലും ആ ഒരു വിവാഹ അന്തരീക്ഷത്തിൽ കണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിച്ച് തുറന്നു പറയുമെന്ന് എനിക്കും ഡോക്ടർ അലക്സിനും ഉറപ്പായിരുന്നു. ഓരോ ദിവസങ്ങൾ കഴിയും തോറും മരിച്ചുപോയ യഥാർത്ഥ ഋഷിയുടെ പ്രഭയിൽ നിന്നും എന്നെ ഋഷിയായി കാണാനുള്ള, പ്രഭയിലേക്ക് എത്താനുള്ള അവളുടെ മനസ്സിൻ്റെ ദൂരം കുറഞ്ഞുകൊണ്ടിരുന്നു. അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് ഈ ദിനങ്ങളിൽ അവൾ. ഉപബോധ മനസ്സിനെ ബോധമനസ്സുകൊണ്ട് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അവളതെന്നോട് തുറന്നു പറയും. അതിലൂടെ നാളുകളായി കനൽ പോലെ എരിയുന്ന അവളുടെ രഹസ്യത്തിന് ഋഷി അറിയാതെ പോയെന്നുള്ള ദുഃഖത്തിന് തിരശ്ശീല വീഴുമെന്ന് ഞങ്ങൾ കരുതി. ഈ വിവാഹം നടന്നിട്ടാണ് പ്രഭ തൻ്റെ മനസ്സ് തുറന്നു പറഞ്ഞിരുന്നെങ്കിലോ? നന്ദിത സംശയത്തോട് ചോദിച്ചു. അതൊരു ഞാണിന്മേക്കളി തന്നെയാണ് കരിമണി. അങ്ങനെ ഒരു അവസ്ഥ എത്തിയിരുന്നെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അപ്പോഴും ഇപ്പോഴും ചിന്തിക്കുമ്പോഴെനിക്ക് ഉത്തരവില്ല. പക്ഷെ ഒന്നു മാത്രം ഞാൻ പറയാം. എൻ്റെ കയ്യിലെ താലിച്ചരട് നിൻ്റെ ഇരുണ്ട കഴുത്തിലെ വിയർപ്പിനോട് ഒട്ടിക്കിടക്കുമെന്നുള്ളത് എൻ്റെ സ്വപ്നമായിരുന്നു. അത് നടക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ആ മണ്ഡപം ഞാൻ ഉപേക്ഷിച്ചു പോയേനെ. സത്യം. ചുരുക്കി പറഞ്ഞാൽ പ്രഭയ്ക്ക് തോന്നിയത് അവളിലൂടെ എന്നെയും നിന്നെയും ഒരുമിപ്പിക്കാൻ അവൾ സഹായിക്കുന്നുവെന്നായിരുന്നു. പക്ഷേ അതിലൂടെ അവളെ തന്നെ രക്ഷപ്പെടുത്തിയെടുക്കാനായിരുന്നു നിങ്ങളുടെ ശ്രമം, അല്ലേ? അതെ. അതിനുവേണ്ടി ശ്രീയേട്ടൻ എന്തിനാണ് കരുവാക്കിയെന്നറിയോ? ശ്രീയേട്ടൻ്റെ അച്ഛൻ്റെ ജീവനെയാണ്. നിങ്ങളുടെ ഈ നാടകം കൊണ്ട് ആ മനുഷ്യൻ്റെ ജീവനാണ് ആപത്ത് പെടുന്നത്. ദേഷ്യവും വിഷമവും മൂലം നന്ദിത വെട്ടി വിയർക്കുന്നുണ്ടായിരുന്നു. അതെ, അവിടെയാണ് എനിക്ക് പിഴച്ചത്. ശ്രീനാഥ് കുറ്റബോധത്തോടെ തലകുനിച്ചു. മുറിയിൽ ഒറ്റയ്ക്ക് നിന്നെ തനിച്ച് കിട്ടിയപ്പോൾ അതുവരെ ഒളിച്ചു വെച്ചതെല്ലാം തുറന്നു പറയണമെന്ന് എനിക്ക് തോന്നി. നീ എനിക്ക് പിടിതരാത്തത് കൊണ്ട് എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വന്നു. പക്ഷേ പ്രഭയുടെ വരവ് ഞാൻ പ്രതീക്ഷയില്ലായിരുന്നു. പൂർണ്ണമായും ഋഷിയുടെ പ്രഭയായി അവളെ മാറ്റിയെടുക്കാൻ ഡോക്ടർ പരമാവധി ശ്രമിച്ചത് എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ, അവളുടെ മനസ്സിനെ പരമാവധി ബലപ്പെടുത്താനായിരുന്നു. പക്ഷേ എൻ്റെ ആ ഒരു നീക്കം ഞങ്ങളുടെ ഇത്രയും നാളത്തെ പ്രയത്നത്തിൽ നിരാശപ്പെടുത്താൻ തക്കവണ്ണമായിപ്പോയി. വിവാഹ മണ്ഡപം വരെ അവളെ കൊണ്ടെത്തിക്കണമെന്നുള്ള ഞങ്ങളുടെ ലക്ഷ്യമായിരുന്നു. അതിലൂടെ മാത്രമേ അവൾക്ക് ഈ ഒരു രോഗത്തിൽ നിന്നൊരു മുക്തി സാധ്യമാകുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ വിവാഹം വേണ്ടെന്ന് വെച്ചുകൊണ്ട് അവൾ പോയി. ആ തീരുമാനം എങ്ങനെയും മാറ്റാനായിരുന്നു. എൻ്റെയും അവളുടെയും സ്നേഹത്തിനെ പ്രതിപാദിക്കുന്ന വാചകങ്ങൾ ഞാൻ തൊടുത്തുവിട്ടത്. പക്ഷേ പ്രഭ ഋഷി അവളെ ചതിച്ചുവെന്ന് മാത്രം മനസ്സിലാക്കി
അവിടെ നിന്ന് പോയി. ഓരോ നിമിഷവും മറന്നുകൊണ്ടിരിക്കുകയാണവൾ. പഴയ പ്രഭയെ, അവളുടെ ഋഷിയെ, അതിലൂടെ അവളുടെ കുഞ്ഞിനെയും. ഇത് അതേടോ, പഴയ ഋഷിയും പുതിയ ഞാനെന്ന ഋഷിയും തമ്മിലുള്ള സാമ്യതകളും വ്യത്യാസങ്ങളും താരതമ്യം ചെയ്ത് അവൾ ശരിയായൊരു ഉത്തരം പോലും തിരഞ്ഞെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. സ്വന്തം വയറ്റിനുള്ളിൽ വേറൊരു ഹൃദയം മിടിക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യം പോലും ഈ സംശയങ്ങളുടെ വേലിയേറ്റങ്ങളിൽ അവൾ സ്വന്തം ഓർമ്മയിൽ നിന്ന് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പതിയെ പതിയെ പറയാതെ പോയ രഹസ്യത്തിൻ്റെയും തൻ്റേതല്ലാത്ത കാരണത്താൽ മരിച്ച ഋഷിയുടെ മരണത്തിൻ്റെ കുറ്റബോധവും അവളെ സ്വന്തം വ്യക്തിത്വം പോലും മറക്കുന്ന അവസ്ഥയിൽ കൊണ്ടെത്തിക്കും. നിനക്കറിയോ, ഇന്നൊരു ദിവസത്തെ സംഭവം കൊണ്ട് അവൾ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഏതവസ്ഥയിലാണോ ഡോക്ടർ അലക്സിൻ്റെ ചികിത്സ തേടിയെത്തിയത്, ആ അവസ്ഥയിലേക്കായി കഴിഞ്ഞു. ഇനി ഇനി എന്ത് ചെയ്യും ശ്രീയേട്ട? നന്ദിത ഭീതിയോടെ ചോദിച്ചു. അറിയില്ല. ഒന്നു മാത്രം അറിയാം, ഞങ്ങൾ എന്തൊക്കെയാണോ മനസ്സിൽ കണക്ക് കൂട്ടിയത് അതിന് സാധ്യമല്ല. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. ശ്രീനാഥ് കാർ നിർത്തി. അവരിറങ്ങിയത് ഒരു വലിയ ഇരുനില വീടിൻ്റെ മുൻപിലാണ്. ഇതാരുടെ വീടാണ്? നന്ദിതയുടെ മുഖത്ത് അപരിചിതത്വം വ്യക്തമായിരുന്നു. ഇത് വീടല്ല, ഡോക്ടർ അലക്സിൻ്റെ കൺസൾട്ടിംഗ് സെൻറ്റർ. പക്ഷേ പ്രഭയ്ക്ക് വേണ്ടി മാത്രമുള്ളത്. പ്രഭയ്ക്ക് വേണ്ടിയോ? അതെ, നാട്ടിലുള്ള മേനോൻ്റെ വീടെന്ന് അവളെ പറഞ്ഞു ധരിപ്പിച്ചിരിക്കുന്നു. പക്ഷെ അവൾ പോലും അറിയാതെ അവളെ ചികിത്സിക്കാനുള്ള ഒരു ഹോംലി അറ്റ്മോസ്ഫിയറാണ്. അതാണിവിടെ. നീ വാ. ശ്രീനാഥിൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് നന്ദിത അകത്തേക്ക് ചെന്നു. ഡോക്ടർ അലക്സിൻ്റെ ശബ്ദം കേൾക്കാം. എന്തൊരു വിഡ്ഢിത്തമാണ് നിങ്ങളീ പറയുന്നത്? ഇത്രയും സെക്യൂരിറ്റീസ് ഉണ്ടായിട്ടും പേഷ്യൻ്റ് ഇവിടെ നിന്ന് ആരും അറിയാതെ പോയെന്ന് പറഞ്ഞാൽ? ഡോക്ടർ അലക്സിൻ്റെ ശബ്ദം കൂടുതൽ ശക്തമാകുന്നുണ്ടായിരുന്നു. ഐ എം സോറി ഡോക്ടർ, ഇഞ്ചക്ഷൻ കൊടുത്തിരിക്കുമായിരുന്നു. കൂട്ടിരുന്ന് അല്പം ഒന്ന് മയങ്ങിപ്പോയി. അതിനിടയ്ക്കാണ്. ഡ്യൂട്ടിക്ക് നിന്ന സിസ്റ്ററിൻ്റെ മുഖത്ത് നിസ്സഹായത വ്യക്തമായി. മേനോൻ തളർന്ന് സോഫയിലിരിപ്പുണ്ട്. ഇരുവരുടെയും സംസാരത്തിൽ നിന്ന് തന്നെ ശ്രീനാഥിനും നന്ദിതയ്ക്കും കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. പ്രഭയെ കാണാനില്ല. ഒരു പെൺകുട്ടി, അതും ഈ ഒരു മാനസികാവസ്ഥയ്ക്ക് അടിമപ്പെട്ടവൾ, എവിടേക്കായിരിക്കും ഈ രാത്രി പോയിട്ടുണ്ടാവുക? ആലോചിക്കും തോറും നന്ദിതയ്ക്കും ഭയമേറി. തുടരും.